വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഒരു ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റേഷൻ കിറ്റിലെ കടല വെച്ചിട്ടാണ് ഈ ഡിലീഷ്യസ് പുഡിംഗ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. ടേസ്റ്റി ആണെന്ന് മാത്രമല്ല സൂപ്പർ ഹെൽത്തിയുമാണ് ഈ പുഡിംഗ്. കാൽസ്യം, പ്രോട്ടീൻ, അയൺ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1/2 കപ്പ് മണിക്കടലയാണ് വേണ്ടത്. ഇത് 6 മണിക്കൂറോളം കുതിർത്ത് വെച്ച കടലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും യൂസ് ചെയ്യാം. ഇനി 1 കപ്പ് ഷുഗർ വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഞാനിവിടെ കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കുന്നത്. ചൈന ഗ്രാസും ജലാറ്റിനും മിൽക്ക് മെയ്ഡും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് കടല കുതിർത്തതുണ്ടല്ലോ, അത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5-6 വിസിൽ വരെ വേവിച്ച കടലയാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം കടല മാത്രമായി ഒന്ന് അടിച്ചെടുത്ത ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ എടുത്ത് വെച്ച 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് മുത്താറി എന്നും പേരുണ്ട്. അയണിൻ്റെ കലവറയാണ് രാഗിപ്പൊടി. ഇനി രാഗിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് വാനില എസൻസ്. ഇത് ശരിക്കും ലാസ്റ്റ് ചേർത്താൽ മതി. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ചേർത്തതേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ കുറച്ച് പാലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ചേർത്ത് നേരത്തെ അരച്ചത്. ഇപ്പോൾ അതാ ബാക്കി പാലും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെങ്കിലും ചിലപ്പോൾ ഈ കടലയുടെ തോലൊക്കെ കിടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മളെ പുഡിങ് നല്ല സ്മൂത്തായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് ചണ്ടിയൊക്കെ കിടക്കണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ അരിച്ചാൽ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിത് അരിച്ച് കഴിഞ്ഞു. ഇതൊക്കെ കടലയുടെ തോല് അരയാതെ കിടക്കുന്നതാണ്. അത് നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു കടായിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ തുടങ്ങാം. രാഗിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവെക്കാതെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കണം. രാഗിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കടലയും പാലും മാത്രമായാൽ പുഡിങ് സെറ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രാഗിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ പുഡിങ് കഴിച്ചു നോക്കിയവർക്ക് ആർക്കും ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഒക്കെ ഫ്ലേവറാണ് കേട്ടോ മുന്നിൽ നിൽക്കുക. ഞാൻ ന്യൂട്ടെല്ല റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ ന്യൂട്ടെല്ല ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓരോ റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നുള്ള കമൻറ്റ്സ് വരുമ്പോഴാണ് അതാണ് ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് മനസ്സ് നിറക്കുന്നത്. അതുകൊണ്ട് ഈ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇവിടെ ഞാൻ നമ്മുടെ പുഡിംഗ് മിക്സ് കൈവെക്കാതെ ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി നമ്മൾ കുറുക്കണം. എന്നാലേ രാഗിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ബൗളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. വലിയ ബൗളിൽ ഇങ്ങനെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് ചെറിയ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാഷ്യൂ നട്ട്സ് പൊടിച്ചിട്ട് അതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. എനിക്കിപ്പോൾ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് തോന്നി. അതുകൊണ്ടാണ് കാഷ്യൂ നട്ട്സ് എടുത്തത്. ഇപ്പോൾ കണ്ടാൽ ആരും പറയില്ലല്ലോ ഇത് കടല കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നമുക്ക് ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തതുണ്ടല്ലോ, ഇങ്ങനെ ഡീമോൾഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യണത്. ഈ ടേസ്റ്റി ഹെൽത്തി പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ.